اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, നമ്മെ പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുത്തക്കുകളായി, മുവഹിദുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കൊക്കെയും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെയും നമസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഹജ്ജിലുമൊക്കെ അതീവ ശ്രദ്ധയുള്ളവരാണ്. നാം ഈ പുതിയ കാലത്ത് ജീവിക്കുമ്പോൾ പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് ചുറ്റും ജീവിക്കുന്നവർ, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ബഹുസ്വര സമൂഹം ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയിരിക്കുന്ന രൂപം എങ്ങനെയാണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഈ പുതിയ കാലത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് മറ്റുതര മതവിശ്വാസികൾ മനസ്സിലാക്കുന്നത് വളരെ നെഗറ്റീവായ തെറ്റിദ്ധാരണയോടുകൂടിയിട്ടാണ് അവർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇസ്ലാമിനെ പോസിറ്റീവായി ബഹുസ്വര സമൂഹത്തിലുള്ള സഹോദരന്മാർ പോലും ജിഹാദിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന രൂപത്തിൽ സഹോദര സമുദായ അംഗങ്ങൾ പോലും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന സന്തോഷകരമായ ഒരു രൂപവുമുണ്ട്. എന്നാൽ നാം ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണയോടുകൂടിയിട്ടാണ് ബഹുഭൂരിപക്ഷം മനുഷ്യരും മനസ്സിലാക്കുന്നത്. അതിൻ്റേതായ സാഹചര്യങ്ങളും അതിൻ്റേതായ ചുറ്റുപാടുകളും നമുക്ക് ചുറ്റും രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം.
ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനമുണ്ടായാൽ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ, നമ്മുടെ മാധ്യമങ്ങളും മീഡിയകളും, അത് പ്രിന്റിംഗ് മീഡിയകളാണെങ്കിലും അത് വാർത്താ മാധ്യമങ്ങളാണെങ്കിലും അത് സോഷ്യൽ മീഡിയകളാണെങ്കിലും പരതുന്നത് അതിലൊരു മുസ്ലിം നാമധാരിയുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ എല്ലാ മതങ്ങളിലുമുള്ളതുപോലെ മതത്തെ തീവ്രമായ ചിന്താധാരയിലേക്ക് കൊണ്ടുവരികയും സാധാരണ മനുഷ്യരുടെ സ്വസ്ഥമായ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന രൂപത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന എല്ലാ മതങ്ങളിലും അത്തരം ആൾക്കാരുണ്ടാകും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം പേരുള്ള വിശ്വാസികളിൽപ്പെട്ട ഒരു മുസ്ലിം മത നാമധാരിയായിട്ടുള്ള മനുഷ്യനാണ് എങ്കിൽ എല്ലാ മുസ്ലിമീങ്ങളെയും അത്തരണത്തിലേക്കാണ് ചിന്തിക്കുന്നത്. അവർ എത്ര തന്നെ വിദ്യാസമ്പന്നരാണെങ്കിലും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി സമൂഹ മധ്യത്തിലേക്ക് കടന്നു വന്നാലും അവരുടെ ഉള്ളിൽ തീവ്രവാദവും ഭീകരവാദവുമുണ്ട് എന്നുള്ള ഒരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അവരുടെ മദ്രസകളിൽ നിന്ന് കുട്ടിക്കാലം മുതലേ പഠിച്ചും പഠിപ്പിച്ചും വരുന്നത് ഇത്തരം ഭീകരവാദങ്ങളും തീവ്രവാദങ്ങളുമാണ് എന്നുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്ന വാർത്താ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും എത്ര കണ്ട് വിജയിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരമുള്ള തീവ്രവാദത്തെയും ഭീകരവാദത്തെയും എത്രത്തോളം എതിർത്തു എന്നും സമൂഹത്തെ ഉത്ബുദ്ധമാക്കിയെന്നും പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലൈസ മിന്നാ മൻ മാത അലാ അസ്ബിയ്യ, ഭീകരവാദത്തിന്റെ മേൽ, തീവ്രവാദത്തിന്റെ മേൽ ഇപ്രകാരം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നവർ, അത്തരം ചാവേറുകളായി മരണപ്പെടുന്നവർ നമ്മളിൽ പെട്ടവരല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി, അകാരണമായ ഒരു മനുഷ്യനെ കൊല ചെയ്യപ്പെട്ടാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്യപ്പെട്ടവനെ പോലെയാണ്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ഒരു മനുഷ്യന്റെ ജീവൻ സുരക്ഷിതമാക്കിയാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവൻ സുരക്ഷിതമാക്കിയവനെ പോലെയാണ്. ഉദാഹരണമായി നമ്മുടെ ആസാമിൽ ഒരു നദിയിലേക്ക് ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു വാഹനം മറിഞ്ഞപ്പോ അനവധി മനുഷ്യർ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുമെന്ന് മനസ്സിലാക്കി ആ ദുരന്തം കണ്ട ആ പള്ളിയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന പള്ളിയിലെ ഇമാമ് 5 നേരവും നമസ്കാരത്തിലേക്ക് വിളിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന ആ ബാങ്കിലൂടെ ആ ഗ്രാമനിവാസികളെ വിളിച്ചുണർത്തി, കുറെ മനുഷ്യരെ ഈ നദിയിൽ അപകടപ്പെട്ടു പോയി, എത്രയും പെട്ടെന്ന് രക്ഷകരായി ഓടിയെത്തണമേ എന്ന് വരികയും വാർത്താ മാധ്യമങ്ങളിലൂടെ ആ യാത്ര ചെയ്ത മനുഷ്യർ സുരക്ഷിതമാവുകയും ചെയ്തു. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ആ ഇമാമിനെ പ്രോത്സാഹിപ്പിച്ചത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. അവിടെ ജാതിയും മതവും വർണ്ണവും വിവേചനവും നോക്കാതെ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, ആ അപകടത്തിൽ നിന്ന് സുരക്ഷിതമാക്കിയാൽ മാനവരാശിയെ മുഴുവനും സുരക്ഷിതമാക്കിയതിന്റെ പ്രതിഫലമാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നു. എന്നാൽ നാം ജീവിക്കുന്ന ഈ ലോകത്ത് ഇത്തരം വാർത്തകളും ഇത്തരം രൂപങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ
അവരുടെ മദ്രസകളും അവരുടെ വിശുദ്ധ ഖുർആനുമൊക്കെ ഇപ്രകാരമുള്ള തീവ്രവാദത്തിനും ഇപ്രകാരമുള്ള കാര്യങ്ങൾക്കുമാണ് പ്രോത്സാഹനം ചെയ്യുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക്, അള്ളാഹുവിലേക്ക് റബ്ബിലേക്ക് തിരിയുന്ന വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ചില ബാധ്യതകളുണ്ട് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രബോധന കാലഘട്ടത്തിലും ഇന്ന് കാണുന്ന രൂപത്തിലേക്കാളേറെ വലിയ രൂപത്തിൽ തെറ്റിദ്ധാരണകളും വെറുപ്പും പ്രചരിപ്പിക്കുന്ന രൂപത്തിലേക്ക് ശത്രുക്കൾ കൊണ്ടുവന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് അതിനെ മറികടന്നത്? പ്രവാചകൻ എങ്ങനെയാണ് അതിനെ മറികടന്നത്? ശത്രു സമൂഹം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുമ്പോൾ ഇസ്ലാം മാനവികതയുടെയും മഹിതമായ സംസ്കാരങ്ങളുടെയും ഒരു സമാധാനത്തിന്റെ മതമാണ് എന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത് എപ്രകാരമാണ്? അവിടെയാണ് ആ രൂപത്തിലാണ് നാം ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ, പ്രവാചകനെ കൊല ചെയ്യാൻ വേണ്ടി ഒരു വിദേശിയായ സുറാഖ എന്ന ഒരു മനുഷ്യൻ മക്കയിലേക്ക് കടന്നു വന്നു. മക്കയുടെയോ മദീനയുടെയോ ബോർഡറിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അന്നത്തെ നിയമപാലകർ അദ്ദേഹത്തെ കയ്യാമം ചെയ്തു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നു. 3-4 ദിവസം ബന്ധനസ്ഥനാക്കിയതിനു ശേഷം അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. മടങ്ങിപ്പോയ സുറാക്ക വീണ്ടും മടങ്ങി വന്ന് കുളിച്ച് ശുദ്ധിയായി പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലേ, ലോകത്ത് ഏറ്റവും വെറുപ്പുള്ള ഒരു മതം ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമായിരുന്നു. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ആഹ്ലാദകരമായ സന്തോഷകരമായ മതം ഇസ്ലാമാണ് റസൂലേ. എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വെറുപ്പുള്ള വ്യക്തി അള്ളാഹുവിന്റെ റസൂലെ അങ്ങായിരുന്നു. ഇന്നെൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏറ്റവും സ്നേഹമുള്ള വ്യക്തി അള്ളാഹുവിന്റെ റസൂലെ അങ്ങാണ് എന്ന് പറഞ്ഞ് സുറാക്ക ഇസ്ലാം സ്വീകരിക്കുകയാണ്. എന്തായിരുന്നു പ്രവാചകന്റെ ജീവിതം? ആ പ്രവാചകന്റെ ലാളിത്യം. പ്രവാചകൻ മനുഷ്യരായി കണ്ടിരുന്നു മറ്റു മതസ്ഥരെയും മനുഷ്യരെയും ഒക്കെ. ആ രൂപത്തിലായിരുന്നു പ്രവാചകന്റെ ജീവിതം. ആ പ്രവാചകനിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശവുമായി നമ്മളെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന, നമ്മളെ കോഴിക്കോടേക്കും കാപ്പാടേക്കും ഒക്കെ കടന്നു വന്ന മാലിക്കുദ്ദീനാറും സംഘവും എങ്ങനെയായിരുന്നു അവർ? നമ്മൾ ഈ കാണുന്ന നമ്മുടെ പൂർവികരായ, നമ്മുടെ മുൻഗാമികളായ, നമ്മുടെ പ്രപിതാക്കന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ ആകൃഷ്ടരായത് എങ്ങനെയായിരുന്നു സഹോദരന്മാരെ? മാലിക്കുദ്ദീനാറും സംഘവും ഇസ്ലാമിന്റെ പ്രബോധകരായി കടന്നു വരുമ്പോ പരിസരത്തുള്ള വീടുകളിൽ പോയിട്ട് വാതിൽക്കൽ മുട്ടും. ഞങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഞങ്ങളുടെ അയൽവാസികൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അന്നത്തെ കാലത്ത് ജാതീയതയുടെയും വംശീയതയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അക്കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീൻ പഠിച്ച റസൂലിന്റെ സ്വഹാബത്ത് കറുത്തവരെയും വെളുത്തവരെയും ഉയർന്ന ജാതിക്കാരെയും താഴ്ന്ന ജാതിക്കാരും ഒരുമിച്ചിരുന്ന് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ വല്ലാത്തൊരു സന്തോഷമായി. ഈ മസ്ജിദിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഗൾഫിലായിരിക്കുമ്പോൾ അവിടെയുള്ള അറബികളുടെ ജീവിതം ഞാൻ കണ്ടു. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളതുപോലെയല്ല. അവർ ചേർത്തിരുത്തി ഭക്ഷണം കഴിപ്പിക്കും. ഞാൻ കുടിച്ച അതേ ഗ്ലാസ്സിൽ നിന്ന് തന്നെ അദ്ദേഹവും കുടിക്കും. എവിടെ നിന്നാണ് ഈ മാനവിക സംസ്കാരം പകർന്നു വന്നത്? അള്ളാഹുവിന്റെ റസൂലിലൂടെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലൂടെയാണ് ഈ രൂപം പകർന്നു വന്നത്. സഹോദരങ്ങളെ, ഈ മാനവികമായ
മഹിതമായ സംസ്കാരമാണ് ഇസ്ലാമിന്റെ അധ്യായമെന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഖുതുബയുടെ ആമുഖമായി ഓതിവെച്ച വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസാഇന്റെ 36-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹുവിനോടൊപ്പം ഒന്നിനെയും പങ്കു ചേർക്കരുത്. നിങ്ങൾ അല്ലാഹുവിലുള്ള വിശ്വാസികളാണോ? അല്ലാഹുവിനോടൊപ്പം ഒന്നിനെയും പങ്കു ചേർക്കരുത്. രണ്ടാമതായി അല്ലാഹു പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. നമുക്ക് മറ്റു പല മതവിശ്വാസികളിൽ നിന്നും ഇന്ന് ഈ പുതിയ കാലത്ത് വീടിനേക്കാൾ സംവിധാനമുള്ള ഒരുപാട് അവർക്ക് വേണ്ടുന്ന കെയർ ഹോമുകൾ സംവിധാനിച്ചിട്ടുണ്ട്. മക്കളൊക്കെ വിദേശത്തായിരിക്കും. എന്നാൽ സഹോദര സമുദായ അംഗങ്ങൾ പോലും മുസ്ലിം വിശ്വാസികളെ കുറിച്ച് പറയുന്നത് പരമദരിദ്രരാണെങ്കിലും ശരി, അവരുടെ മാതാപിതാക്കളെ അവരെ പരിചരിക്കും. എന്താണ്, എവിടെ നിന്നാണ് ഈ അധ്യാപനം? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മളെ പഠിപ്പിച്ചതാണ്. പിന്നീട് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വബിദിൽ ഖുർബാ വൽ യതാമ വൽ മസാകീൻ, വബിദിൽ ഖുർബ, ബന്ധുക്കളോടും കുടുംബ ബന്ധുക്കളോടും, വൽ യതാമ, അനാഥ മക്കളോടും, വൽ മസാകീനി, സാധുക്കളായ പാവങ്ങളോടും വളരെ നിഷ്കളങ്കമായി ഇഹ്സാൻ ചെയ്യണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള അവർക്ക് എന്താണോ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത് വൽ ജാരിദിൽ ഖുർബ, വൽ ജാരിദിൽ ഖുർബ, അടുത്ത അയൽവാസികളോടും അഥവാ കുടുംബ ബന്ധമുடைய അയൽവാസികളോടും, വൽ ജാരിൽ ജുനുബി, അകന്ന അയൽവാസികളോടും. അഥവാ കുടുംബ ബന്ധമൊന്നുമില്ല, മറ്റിതര വിശ്വാസങ്ങളും ആചാരങ്ങളുമായി കടന്നു വരുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട അയൽവാസികളോടും, വസ്വാഹിബി ബിൽ ജംബി, നമ്മളോടൊപ്പം സഹവാസിക്കുന്ന സഹപ്രവർത്തകരോടും നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരോടും, വബിനിസ് സബീലി, വഴിയാത്രക്കാരോടും, വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലം കൈ ഉടമയാക്കിയ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, നിങ്ങളോടൊപ്പം ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. അവസാനം അല്ലാഹു ഓർമ്മപ്പെടുത്തി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊങ്ങച്ചക്കാരെയും അഹങ്കാരികളെയും ദുരഭിമാനികളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഈ വചനം അവതരിക്കാനുണ്ടായ സാഹചര്യം എന്താണ് സഹോദരങ്ങളെ? ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പ് സമൂഹത്തിലൂടെ, അതുപോലെ അന്നത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമീങ്ങളെ കുറിച്ചും പരിശുദ്ധ ഖുർആനിനെ കുറിച്ചും ഭയം സൃഷ്ടിക്കുന്ന, ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്ന, വെറുപ്പ് സൃഷ്ടിക്കുന്ന ആ സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർ, അവർ ഏത് മതവിശ്വാസികളാണെങ്കിലും അവരോട് നന്മയോടുകൂടി, അവരോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അത്തരണത്തിൽ ഒരു വിശ്വാസി ജീവിക്കുമ്പോ, അത്തരണത്തിൽ ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ജീവിക്കുമ്പോ, സഹോദര സമുദായ അംഗങ്ങൾക്ക് അതേ ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ച്, അതായത് ഒരു സഹോദരി തലമറക്കുന്നു, അവരെ കാണുമ്പോൾ എനിക്ക് ഭയമാണ്, താടിയുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് ഭയമാണ്, തൊപ്പിവെച്ച ഒരാളെ കാണുമ്പോൾ ഞാൻ ഭയക്കുന്നു എന്ന രൂപത്തിൽ ശത്രുക്കൾ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ സഹോദര സമുദായ അംഗങ്ങൾക്ക് മനസ്സിലാകണം, പരിശുദ്ധ ഖുർആനിനനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസിയുടെ ജീവിതം ഇപ്രകാരമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അയൽവാസിയായ മനുഷ്യൻ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പലപ്പോഴും കളിയാക്കുകയും ആക്ഷേപിക്കുകയും അതുപോലെ അദ്ദേഹത്തെ
അധിക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ഒരു മനുഷ്യൻ പലപ്പോഴും അങ്ങനെ സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, താങ്കൾ എന്താണ് അദ്ദേഹത്തിന് മറുപടി പറയാത്തത്? എന്തിനാണ് ഇങ്ങനെ ക്ഷമിക്കുന്നത്? ആ സമയം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന്റെ സംസ്കാരമാണ് പറയുന്നത്. എൻ്റെ പ്രവാചകൻ, എൻ്റെ വിശുദ്ധ ഖുർആൻ എന്നെ പഠിപ്പിച്ച സംസ്കാരം അതല്ല. അവിടെയാണ് ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്. നാം നമ്മുടെ മറ്റു മതവിശ്വാസികളോടൊപ്പവും അതുപോലെ വിശ്വാസികളോടൊപ്പവും ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് സംസ്കാരശൂന്യമായ വാക്കുകൾ പറയുമ്പോൾ, കഴിഞ്ഞ 2-3 റമളാനിന് മുൻപ് ഒരു നോമ്പ് കാലത്ത് ഒരു മുസ്ലിമായ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ പറയുമ്പോൾ സഹോദര മതത്തിൽപ്പെട്ട ആ സഹോദരൻ പറഞ്ഞത്, നിങ്ങളുടെ വ്രതക്കാലമാണ്, നിങ്ങൾ അങ്ങനെ അസഭ്യം പറഞ്ഞാലും നോമ്പുകാരനായ നിങ്ങളെ ഞാൻ അസഭ്യം പറയുകയില്ല എന്ന് പറയുമ്പോൾ, നാം ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് വൈകാരികമായി, അതുപോലെ തന്നെ വൈകാരികമായ ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രശ്നം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ മുഴുവൻ മനുഷ്യരെയും വിശ്വാസികളെയും അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ തെറ്റായ രൂപത്തിൽ, രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ, എയർപോർട്ടിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം പിടിക്കുമ്പോൾ മുസ്ലിമീങ്ങളൊക്കെ അങ്ങനെയാണ് അവരുടെ സമ്പാദ്യം എന്ന രൂപത്തിലേക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ മുസ്ലിമായ ഞാൻ എന്ന ഒരു വ്യക്തിയിലൂടെ എൻ്റെ മതത്തെ, എൻ്റെ വിശ്വാസത്തെ, മഹിതമായ ഈ ആദർശത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് വരാൻ പാടില്ല സഹോദരങ്ങളെ. അവിടെയൊക്കെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അസഭ്യം പറയുകയും ശകാരിക്കുകയും ചെയ്ത ഈ വ്യക്തി പിന്നീട് രോഗിയായി മാറി. രോഗാതുരമായപ്പോ ഈ അയൽവാസിയായ സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിയെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പരിചരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, ഇത് താങ്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായമാണോ, അതോ താങ്കൾ വിശ്വസിക്കുന്ന ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ അയൽവാസിയോട് പറഞ്ഞത്, ഇല്ല, ഇതെന്റെ ഭാഗത്തു നിന്നുള്ള സഹായമല്ല, എൻ്റെ പടച്ച എൻ്റെ റബ്ബ്, എൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്നോട് കൽപ്പിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ ഈ വചനമോദി, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ. വയുത്ഇമൂന അത്അമ, നിങ്ങൾ ആഹരിപ്പിക്കണം, അലാ ഹുബ്ബിഹി, നിങ്ങൾക്ക് ധനത്തോടും ഭക്ഷണത്തോടും ഇഷ്ടമുള്ളതോടൊപ്പം തന്നെ മിസ്കീനൻ, സാധുക്കൾക്കും, വയതീമൻ, അനാഥ മക്കൾക്കും, അതുപോലെ സാധു മനുഷ്യർക്കും നിങ്ങൾ അന്നം നൽകണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഇത് കേട്ട അയൽവാസിയായ മനുഷ്യൻ സ്വന്തം ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഈ മതത്തിൽ എനിക്ക് സംശയമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ അദ്ദേഹം ഷഹാദത്ത് കലിമ പറഞ്ഞ് വിശ്വാസിയാവുകയാണ് സഹോദരങ്ങളെ. എന്നാൽ നാം ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ വീടിന്റെ മതിലിന്റെ അപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യരാരാണ് എന്ന് ഒരിക്കലും അറിയില്ല. ഈ അടുത്ത കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വാഹനം വിൽപ്പനയ്ക്ക് വെച്ചു. അങ്ങനെ ആ വാഹനം വിൽക്കാൻ വേണ്ടി അതിൻ്റെ ഫോൺ നമ്പരും ഉണ്ടായിരുന്നു. ഫോൺ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മതിലപ്പുറമുള്ള മനുഷ്യനെ അദ്ദേഹത്തിന് തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം തിരിച്ചറിയുന്നില്ല. ഒരു വിശ്വാസി തൻ്റെ അയൽവാസിയോടുള്ള കടമയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയത് ഇപ്രകാരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം ഉപദേശിച്ചുവെന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം ഇപ്രകാരമാണ്. മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാരി, അയൽവാസിയുടെ വിഷയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഹത്താ ലനന്തു അന്നഹു സയുവരിസുഹു,
അയൽവാസിക്ക് അനന്തരാവകാശം, എൻ്റെ സ്വത്തിൽ, എൻ്റെ സമ്പത്തിൽ അയൽവാസിക്കും അനന്തരാവകാശം ഉണ്ടോ എന്ന് സംശയിക്കുന്നിടത്തോളം ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അയൽപക്ക ബന്ധത്തെക്കുറിച്ചാണ് പ്രവാചകൻ തൻ്റെ അനുചരന്മാരെയും ഖിയാമത്തു നാൾ വരെയുള്ള വിശ്വാസികളെയും ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വിശ്വാസിയായ ഒരു അയൽവാസി, റോഡരികെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുറകിൽ ഒരു സാധു മനുഷ്യൻ വീട് വെക്കാൻ വേണ്ടി സ്ഥലം വാങ്ങി. ആ അയൽവാസിയായ ആ സഹോദരൻ ഈ വിശ്വാസിയായ മനുഷ്യനോട് വന്ന് ചോദിച്ചു, നിങ്ങളുടെ മതിലൊന്ന് പൊളിച്ചു തന്നാൽ എനിക്കൊരു ചെറിയ വണ്ടിയെങ്കിലും അകത്ത് കയറ്റി എൻ്റെ വീടൊന്ന് പണിയാം. വിശ്വാസിയായ സഹോദരൻ മതിൽ പൊളിച്ചു കൊടുത്തു. 2, 3, 4 വർഷം കഴിഞ്ഞിട്ട് ആ മതില് കെട്ടിക്കൊടുക്കുന്നില്ല. പിന്നീട് ആ സ്ഥലം അദ്ദേഹത്തിനും അവകാശപ്പെട്ടതാണ് എന്ന രൂപത്തിലേക്ക് ചർച്ച വന്നപ്പോൾ അദ്ദേഹം അത് വിട്ടുകൊടുക്കുകയും മതില് കെട്ടുകയും ചെയ്തു. ആ അയൽവാസിയുടെ ജീവിതം അസ്വസ്ഥമാവുകയും ചുറ്റുപാടുമുള്ള മനുഷ്യരറിഞ്ഞിട്ട് അവിടുത്തെ വില്ലേജ് ഓഫീസർ ചോദിച്ചു, എന്തേ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളൊരു പരാതി തരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ അയൽവാസിയായി കടന്നു വരുന്ന ആ മനുഷ്യനെ കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത്: ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അയൽവാസികളോടും തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരോടും, അവരേതു മതവിശ്വാസികളാണെങ്കിലും, നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ആ മക്കൾക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ, നമ്മളോടൊപ്പം പഠിക്കുന്ന ജോണാണെങ്കിലും ജോസഫാണെങ്കിലും അബ്ദുള്ളയാണെങ്കിലും ഏതു മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, കുല്ലുക്കും മിൻ അബിൻ വാഹിദിൻ, അവരൊക്കെയും ആദമിൻ്റെ മക്കളാണ്. മക്കളെ, അവരെല്ലാം നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. ഒരു ദിവസം ടിഫിൻ എടുക്കാൻ അവൻ്റെ ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നീ അവനെയും ആഹരിപ്പിക്കണം. ഇന്ന് മതങ്ങളുടെയും മതവിദ്വേഷങ്ങളും എല്ലാ രഹസ്യത്തിൻ്റെയും എല്ലാ മാന്യതയുടെയും പുറംമൂടി നോക്കി വർഗീയത പറയുമ്പോൾ ഒരു മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്, കുടുംബത്തെ പഠിപ്പിക്കേണ്ടത്, നമ്മുടെ പള്ളികളിൽ ചർച്ച ചെയ്യേണ്ടത് മാനവികമായ സമാധാനത്തിൻ്റെ, സൗഹാർദ്ദതയുടെ അധ്യാപനങ്ങളാണ് വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ആ അധ്യായമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത്. ആ ആദർശം ഉൾക്കൊള്ളുകയും നമ്മുടെ നാട് വർഗീയതയിൽ നിന്ന് മാറി സമാധാനത്തിലേക്കും സൗഹാർദ്ദത്തിലേക്കും, മതങ്ങൾക്കപ്പുറം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരെയും ചേർത്തു പിടിക്കുകയും മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ മുൻപന്തിയിൽ ഉണ്ടാകുന്ന വിശ്വാസികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ ഖുതുബയിൽ ഉടനീളം ഓർമ്മപ്പെടുത്തിയത്, നമ്മളൊക്കെയും ബഹുസ്വര സമൂഹത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ എല്ലാ മനുഷ്യരും എല്ലാ മതസ്ഥരുമായി നല്ല ബന്ധത്തിലായിരിക്കണം നാം ജീവിക്കേണ്ടത്. നമ്മളോടൊപ്പം ജീവിക്കുന്ന സഹോദര സമുദായം നമ്മെ അനുഭവിക്കുമ്പോഴാണ്, ആ അയൽവാസികളോടൊപ്പം ജീവിക്കുമ്പോഴുള്ള സഹവാസവും സന്തോഷവും കണ്ടിട്ടാണ് അവർ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വിലയിരുത്തേണ്ടത്. മലപ്പുറത്ത് ജീവിച്ചിരുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട പലരും മധുരമുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും കിട്ടിയ
മഹനീയമായ സൽഗുണങ്ങളാണ് അവരിലുള്ളത് സഹോദരങ്ങളെ. അതോടൊപ്പം ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ഗുണമായി പ്രവാചകൻ പഠിപ്പിച്ചത് ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മകളിൽ ഒന്നിനെയും നീ നിസ്സാരമായി കരുതരുത്. നാളെ നിന്റെ മീസാൻ എന്ന തുലാസിൽ അത് കനമുള്ള വലിയ നന്മയായി മാറും. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തുലീഖ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ. ആ മസ്ലി പിടുത്തം മാറ്റിവെച്ച് എല്ലാവരോടും ഒന്ന് പുഞ്ചിരിക്കാനും, നമ്മൾ ജുമാ നമസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് പോലും ഒന്ന് കൈ കൊടുക്കാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ, ഒന്ന് സലാം പറയാൻ. അയാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എന്തു പറ്റി, എന്താ കാരണം എന്നൊന്ന് അയാളെ സന്തോഷിപ്പിക്കാൻ, അയാളുടെ വിഷയത്തിൽ ഒന്ന് ഇടപെടാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ. പലപ്പോഴും നമ്മൾ ചേർന്ന് നിന്ന് നമസ്കരിക്കുമ്പോഴും കാലുകളും ശരീരങ്ങളുമൊക്കെ ചേർത്ത് വയ്ക്കുമ്പോഴും നമ്മുടെ മുസ്ലിം ഉമ്മത്ത് മാനസികമായി അകന്നും അനൈക്യങ്ങളിലുമൊക്കെ പോവുകയാണ്. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്ന കാര്യം. അയാളുടെ എന്തെങ്കിലും ദുഃഖകരമോ പ്രയാസകരമായ അവസ്ഥ കാണുമ്പോൾ അയാളുടെ വിഷയത്തിൽ ഇടപെട്ടിട്ട് അയാളെ ഒന്ന് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വിശ്വാസികളുണ്ട്. നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കല്ല നമസ്കരിക്കുന്നത് സഹോദരങ്ങളെ. ജമാഅത്തായി നമസ്കരിച്ചാൽ 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം തോളോട് തോൾ ചേർന്ന് നമസ്കരിക്കുകയും പരസ്പരം സന്തോഷം